എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 21 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി പതിവ് പോലെയുള്ള റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ തുക ഇതിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കിട്ടാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. 48 മണിക്കൂറിനുള്ളിൽ ഭൂരിഭാഗം ആളുകൾക്കും 95% ആളുകൾക്കും തുക എത്തും. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് പിന്നീട് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ ഒരു പ്രശ്നവും ഇല്ലാതെ പല ആളുകളുടേതും മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മാസം അത് ഇരട്ടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് 4000 രൂപ കിട്ടിയിട്ടുണ്ട് എങ്കിലോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മുടങ്ങിയവർക്ക് ഈ മാസം കിട്ടിയിട്ടുണ്ട് എങ്കിലോ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന കേരള ബജറ്റ്, വി.ഡി. സതീശൻ സർക്കാരിന്റെ 16ാം നിയമസഭയുടെ ആദ്യ ബജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു ഇടക്കാല ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൂർണ്ണമായിട്ടുള്ള ബജറ്റ് അല്ല. ജൂണിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഇതിപ്പോൾ ഇടക്കാലത്ത് ഭരണം മാറിയത് കൊണ്ടുള്ള ബജറ്റാണ്. അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലായിട്ട് അല്ലെങ്കിൽ ജനുവരിയിലായിട്ട് വീണ്ടും ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഈ ഒരു ബജറ്റിൽ പെൻഷൻ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല. ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുമോ എന്നുള്ള ആശങ്കയാണ് പല ആളുകൾക്കും ഉള്ളത്. പക്ഷേ ഇതിൽ ആ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ബജറ്റിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബജറ്റിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിലുമെല്ലാം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. ബജറ്റിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയിട്ടുള്ള മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിൽ അപാകതകളുണ്ട്, അനർഹമായിട്ടുള്ളവർ ഈ പദ്ധതിയിൽ കയറിക്കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പരിശോധനകൾ ഉണ്ടാകും. പരിശോധനയ്ക്ക് ശേഷം ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും പദ്ധതി നടപ്പിലാക്കാനുള്ള സാധ്യത. അപ്പോൾ പെട്ടെന്ന് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടില്ല, പക്ഷേ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പദ്ധതി വീണ്ടും ക്ലിയർ ചെയ്ത് ഡാറ്റയൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം അർഹരെ ഉൾപ്പെടുത്തി അനർഹരെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതയുള്ളത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. മാർച്ചിലോ വിതരണം ചെയ്ത് നിർത്തുകയാണ് ഉണ്ടായത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാരായിട്ടും അത് വിതരണം ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചിട്ട് ഭരണം തീരാൻ ഇരിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഇത് വരുന്ന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു പദ്ധതി മാത്രമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് എന്നാണ് ആക്ഷേപം. ഈ പദ്ധതി വോട്ടിന് വേണ്ടി പല അനർഹർക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പൊ അതാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ താൽക്കാലികമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വീണ്ടും പദ്ധതി തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പെൻഷൻ 2000 രൂപ തന്നെയാണ് തുടരുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വി.ഡി. സതീശന്റെ 1ാം ബജറ്റിൽ ഉണ്ടായില്ല. അതേസമയം നയപ്രഖ്യാപനത്തിൽ 3000 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കും എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സർക്കാരിന്റെ പൂർണ്ണ സമയത്തേക്കുള്ള ഒരു പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ 100 രൂപയുടെ വർധനമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് ഈ ഒരു ഇടക്കാല ബജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഒരു ബജറ്റിന് 7 മാസത്തെ കാലാവധിയാണുള്ളത്. അടുത്ത നിലവിലുള്ള പെൻഷൻ 2000 രൂപ തന്നെ ആയിരിക്കും ലഭിക്കുക. ഈ മാസത്തെ ജൂൺ മാസത്തെ പെൻഷൻ 25ഓട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. ജൂലൈ 5-ന് മുമ്പ് എല്ലാവർക്കും കയ്യിലും വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണം ഉണ്ടാകും. ഇനി 10 ദിവസമാണ് വരുമാന രേഖ സമർപ്പിക്കുന്നതിനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് രേഖ സമർപ്പിക്കുന്നതിനും ഉള്ളത്. ഇത് എല്ലാവരും നൽകേണ്ടതില്ല. മാർച്ചിന് മുമ്പ് അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നൽകേണ്ടതില്ല. അന്ന് കൊടുക്കാത്തവർ മാത്രമാണ് ഇത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും നേരത്തെ കൊടുത്തവരാരും ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. 2019 ഡിസംബർ 31-ന് മുമ്പ് മാത്രം പെൻഷൻ വാങ്ങുന്ന ആളുകൾ മാത്രമാണ് ഇതിന് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ പരിധിയിൽ വരുന്നത്. അതിനുശേഷം പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് നടക്കേണ്ട ഒരു സമയമാണിത്. കഴിഞ്ഞ വർഷം ഈ ഒരു മാസങ്ങളിലാണ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് മസ്റ്ററിംഗ് നടന്നിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ മാറി ആ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ പിണറായി സർക്കാരാണ് ആദ്യമായിട്ട് മസ്റ്ററിംഗ് കൊണ്ടുവന്നത്. ഇനി ഈ സർക്കാർ മസ്റ്ററിംഗ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ മസ്റ്ററിംഗ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മസ്റ്ററിംഗ് ചെയ്യാതെ തന്നെ നിലവിലുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്
പെൻഷൻ ജൂൺ മാസത്തേതും എത്തിച്ചേരുന്നതാണ്. 16ാം നിയമസഭയുടെ ആദ്യ ബജറ്റിൽ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നിലവിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയും നിർത്താതെ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഇൻഷുറൻസ് പദ്ധതിയും നിലവിലുണ്ട്. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എല്ലാ ആളുകൾക്കുമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സഹായം ലഭിക്കുന്നത്. അത് 2 ലക്ഷം രൂപയുടെ സഹായമാണ് ബെനവലന്റ് ഫണ്ട് വഴി ലഭിക്കുക. കിഡ്നി രോഗികൾക്ക് മാത്രം, കിഡ്നി മാറ്റിവെക്കലിന് മാത്രം 3 ലക്ഷം സഹായവും ലഭിക്കും. ഇതിലൊന്നും പെടാൻ കഴിയാത്ത ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ആളുകൾക്ക്, ഇതിൽ ഉൾപ്പെടുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സർക്കാർ നേരിട്ട് നടപ്പിലാക്കുകയല്ല, ഇൻഷുറൻസ് കമ്പനികളെ കൂടി ചേർത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ നടപടികൾക്കാണ് 10 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി പ്രീമിയം ഏർപ്പെടുത്തും. സാധാരണക്കാരതും പാവപ്പെട്ടവരുമായ വരുമാന കുറവുള്ള ആളുകളുടെ പ്രീമിയം സർക്കാർ തന്നെ അടക്കും. അവർ ഒരു പൈസയും അടയ്ക്കേണ്ടി വരില്ല. പക്ഷേ ഉയർന്ന വരുമാനം ഉള്ളവർക്കും പദ്ധതിയിൽ ഉൾപ്പെടാൻ കഴിയും. അവർക്ക് വാർഷിക പ്രീമിയമായി ചെറിയൊരു തുക അടയ്ക്കേണ്ടി വരും. ഇങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും ഏറ്റവും പ്രയാസകരമായി നമ്മൾ ഒരു കടക്കണിയിലേക്ക് വീഴുന്നത് ഇപ്പോൾ ചികിത്സാ ചെലവിനാണ്. അതിനൊരു പരിഹാരം ഈ ഒരു സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളത്, അത് ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ബൈ.